പിന്നീട് ആൾക്കാർക്ക് വലിയൊരു സംശയമാണ്, അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ആൾ പ്രഗ്നൻ്റ് ആണെന്ന് ആളറിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ചേഞ്ചസ് നമ്മുടെ വയറുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ബ്രഷ് ചെയ്യുമ്പോൾ ചോര വരുന്ന പോലെ അതൊക്കെയാണ് അതിൽ ഒരു കാരണം വരുന്നത്. കോമൺ ആയിട്ട് ഉണ്ടാവുന്ന വീക്കത്തിന് പുറമെ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു വളർച്ച പോലും നമുക്ക് ചില ഭാഗങ്ങൾ കാണപ്പെടാം. ആൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക? ബ്ലീഡിങ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മൾ മോണരോഗത്തിന് പുറമെ മോണരോഗത്തിൻ്റെ പുറമെ നമ്മൾ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വളർച്ച ഒരു ഏരിയയിൽ ഉണ്ടാവാന്നുള്ളതാണ്. അത് പിന്നെ നമ്മളതിനെ പ്രഗ്നൻസി ട്യൂമർ അല്ലെങ്കിൽ ബയോജനിക് ഗ്രാൻഡോമ എന്നൊക്കെയാണ് അത് വരുന്നത്. അത് മോണേൻ്റെ 2 പല്ലിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സംഭവം കണ്ടുവരുന്നത്. അത് ആൾക്കാരും പലപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ അവിടെ മാത്രം ചോര അധികം വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് ഡിസ്കഷൻ നമുക്കൊരു പ്രഗ്നൻസി റിലേറ്റഡ് നമുക്ക് ഡെൻ്റൽ ഇഷ്യൂസ് അതായിരിക്കാം. അപ്പോൾ നമുക്കതിൽ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന, അതായത് ശരീരത്തിലെ എല്ലാ ഭാഗത്തും വരുന്ന മാറ്റങ്ങൾ വായിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ആൾ പ്രഗ്നൻ്റ് ആണെന്ന് ആളറിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ചേഞ്ചസ് നമ്മുടെ വയറുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ഒരാൾ പ്രഗ്നൻസിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന പല ശരീരഘടനകളിൽ പല മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ അതിൽ കൂടെ തന്നെ വരുന്നൊരു മാറ്റങ്ങളാണ് നമ്മുടെ വായിലും വരുന്ന വിഷയങ്ങൾ. അതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മോണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. മോണ സംബന്ധമായിട്ട് ആൾക്ക് പിന്നെ മോണ വീക്കം വരാം കാര്യങ്ങൾ, അത് പിന്നെ ജിഞ്ചൈവൈറ്റിസ് പോലത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബ്രഷ് ചെയ്യുമ്പോൾ ചോര വരുന്ന പോലെ അതൊക്കെയാണ് അതിൽ ഒരു കാരണം വരുന്നത്. ഇനി പിന്നെ ഈ മോണ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന വീക്കത്തിന് പുറമെ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു വളർച്ച പോലും നമുക്ക് ചില ഭാഗങ്ങൾ കാണപ്പെടാം. അപ്പോൾ പിന്നെ അത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതാണ് വേറൊരു ലക്ഷണം നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന വീക്കം എന്തായിരിക്കും ഒരു സിംറ്റംസ്, രോഗലക്ഷണം? അത് രോഗമായിട്ടല്ല, ആ ഒരു ആൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക? ബ്ലീഡിങ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മൾ മോണരോഗത്തിന് പുറമെ മോണരോഗത്തിൻ്റെ പുറമെ നമ്മൾ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വളർച്ച ഒരു ഏരിയയിൽ ഉണ്ടാവാന്നുള്ളതാണ്. അത് പിന്നെ നമ്മളതിനെ പ്രഗ്നൻസി ട്യൂമർ അല്ലെങ്കിൽ ബയോജനിക് ഗ്രാൻഡോമ എന്നൊക്കെയാണ് അത് വരുന്നത്. അത് മോണേൻ്റെ 2 പല്ലിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സംഭവം കണ്ടുവരുന്നത്. അത് ആൾക്കാരും പലപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ അവിടെ മാത്രം ചോര അധികം വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ വേദന എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടെൻഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഭക്ഷണം ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തോ പദാർത്ഥങ്ങൾ കാരണം അവിടെ കുറച്ചൊരു പിന്നെ ലോക്കൽ ഫാക്ടേഴ്സാണ് അവിടെ, അതായത് വേറെ സിസ്റ്റം, അതിനെ നമ്മൾ പ്രഗ്നൻസിയും കൂടി ആകുമ്പോൾ അത് ട്രിഗർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നമ്മൾ പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വരുന്നത് അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ സർജിക്കലി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിന് വരുന്ന ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത് യൂഷ്വലി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാറുക നമുക്ക്? അതായത് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞതിന് ശേഷം താനേ മാറുമോ, അത് നമ്മളൊരു കൺസൾട്ട് ചെയ്യൽ നിർബന്ധമാണോ? ഏറ്റവും ബെറ്റർ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യുന്നതാണ്. കാരണം കൺസൾട്ട് ചെയ്യണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ കണ്ടെത്താവുന്നതാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായാലും കുഴപ്പമില്ല, നമുക്കത് വെയിറ്റ് ചെയ്യും. പക്ഷേ ആൾക്ക് പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതായത് ചിലർക്ക് അത് വളർച്ച വലുതായിട്ട് കടിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ബ്രഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് പ്രഗ്നൻസിൻ്റെ സമയത്തും നമുക്ക് അങ്ങനെ നമ്മൾ ഒരു ചികിത്സ പ്രഗ്നൻസി പീരീഡിന് ഇടയിൽ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഗൈനക്കോളജീനെ കൺസൾട്ട് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. പിന്നീട് ആൾക്കാർക്ക് വലിയൊരു സംശയമാണ്, അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കാം, അങ്ങനെ ഒരു ആൾക്കാർ എപ്പോഴും വരുമല്ലോ, അതിനെക്കുറിച്ച് ഡോക്ടർക്ക്
അതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഐഡിയലി നമുക്ക് പിന്നെ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലോ അല്ലെങ്കിൽ നമുക്ക് 3 ട്രൈമസ്റ്ററായിട്ട് തിരിക്കാം. ആദ്യത്തെ 3 മാസം, പിന്നെ നടുക്കുള്ള 3 മാസം, പിന്നെ അവസാനത്തെ 3 മാസം. ഇതിൽ പിന്നെ പല ട്രീറ്റ്മെൻറ്റുകൾക്കും അവർ ഐഡിയലായിട്ട് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററാണ്. അതായത് 4 മാസം മുതൽ നമുക്കൊരു 6 മാസം വരെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത്. അതിന് മുന്നേയും ശേഷം അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററാണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യാനും നമുക്ക് സേഫ് ട്രൈമസ്റ്ററായിട്ട് കണക്കാക്കപ്പെടുന്നത് ആ ഒരു പീരീഡാണ്. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവുന്നതും പ്രഗ്നൻസി പിന്നെ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അതിന് മുന്നേ തന്നെ നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതാണ്. പ്രിവെൻഷനാണ് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ്. ഇനി ഇൻ കേസ് അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് ഒരിക്കലും പ്രഗ്നൻസി ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് പിന്നെ പലപ്പോഴും വരുന്ന ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ പല്ല് വേദനയും പല്ല് വീക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മെഡിക്കേഷൻ കൊടുക്കേണ്ട ഏരിയ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ ആൻറ്റിബയോട്ടിക്സും പിന്നെ അതേപോലെ വേദന സംഹാരികളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്നൊരു വിഷയമുണ്ട്. അതിലൊരു കോംപ്ലിക്കേഷൻ ചിലപ്പോൾ നമുക്കത് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിൽ നമ്മൾ പിന്നെ അത് മാറ്റി വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ ചികിത്സകൾ വൈകിപ്പിച്ച്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് മെഡിസിനിലാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രൊസീജിയേഴ്സിൽ അങ്ങനെ വലിയൊരു നമുക്ക് ഈ എക്സ്റേസ് ഒക്കെ എക്സ്റേസ് നമുക്ക് പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ലെഡ് ഏപ്രൻസ് യൂസ് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെതായ പ്രിവെൻഷൻസും പിന്നെ നമ്മൾ പിന്നെ ഡെൻ്റൽ എക്സ്റേസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ പിന്നെ ഡിജിറ്റൽ എക്സ്റേസ് ആണെങ്കിൽ പിന്നെയും നമുക്ക് എക്സ്പോഷർ കുറയാണ്. സാധാരണ എക്സ്റേയിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ എക്സ്റേസ് ആണെങ്കിൽ വളരെ ചെറിയൊരു എക്സ്പോഷറേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡി പ്രകാരം അതിന് നമുക്ക് പിന്നെ മറ്റേ പ്രിക്കോഷൻസ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ലെഡ് ഏപ്രൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഒരു കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുക, ഫാമിലി പ്ലാനിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു പ്രയർ ഡെൻ്റൽ ചെക്കപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം വരുന്നത്. അവർക്കും അതുപോലെ തന്നെ അവർക്ക് പിന്നെ ആ കുട്ടീനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവരെ ഹെൽത്ത് ബാധിക്കുമ്പോൾ അത് കുട്ടീൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് പലരും ഇപ്പോൾ എനിക്കറിയുന്ന ഒരു കേസുണ്ട്. അതായത് അവർക്ക് അവർ കൺസീവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്നാലും നമുക്കൊരു മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും വരലുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അവർക്ക് മുൻകൂട്ടി തന്നെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.